ആരാ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അതെ, അതാണ് ഏറ്റവും നല്ല നമ്മളെല്ലാം ഒന്ന് തന്നെയല്ലേ. ജെന്നിയും അവള് ഞാൻ ചേർ എടുത്ത് തരാം, ഞാൻ അങ്ങോട്ട് ഇടാം. അങ്ങനെ ഗോകുൽ കൃഷ്ണ നമ്മൾ മീറ്റ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. Sebastian is here. Akshay is here. Gold is here. Abhiraj is here. Our Modalani is here. And ഞാനും here. നമ്മള് ഈ ഡിസിഷൻ എടുത്ത് വെച്ചിരിക്കുന്ന ഭാഗത്താണ് നമുക്ക് ശരിയാവുമോ ശരിയാകില്ല. കാരണം നമ്മുടെ ഡിസിഷൻ അല്ലേ അത് ശരിയാവുമോ ഇല്ല എന്നുള്ള ഭാഗത്താണ് നമ്മുടെ സ്ട്രെസ് വരുന്നത്. നമ്മൾ ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. ലൈഫ് ഈസ് വെരി സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ ഡിസിഷൻസ് ആണ് അത് റൂയിൻ ചെയ്യുന്നത്. എല്ലാം ബാരിയേഴ്സ് ആണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ അതെ അതെ. ബാരിയേഴ്സ് എവിടെ വെച്ചിട്ടുണ്ടോ, ഇപ്പൊ ഈവൻ ട്രൈപ്പോഡ് ആണെങ്കിൽ കൂടി ആ ട്രൈപ്പോഡ് അവിടെ വെച്ചുകൊണ്ടാണ് നമ്മളെ മെന്റാലിറ്റിയാണ് മാറും. എവരിതിങ്സ് വിൽ റിഫ്ലക്ട്. അതല്ലേ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ബോഡി മാറി. നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഇവിടെയാണ് നമ്മുടെ കപ്പാസിറ്റി കൊണ്ടുവരേണ്ടത്. നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ആകരുത്. അതാണ് നമ്മുടെ ശരിക്കുള്ള കേപ്പബിലിറ്റി. എൻവയോൺമെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമ്മൾ ട്രാൻസ്ജെൻഡ് ചെയ്യണം. അപ്പോൾ സ്പേസുമായിട്ട് നമുക്ക് അത്രയും കണക്ഷൻ വേണം. സ്പേസുമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും വരുന്നത് എന്തുകൊണ്ടാണ്? എൻവയോൺമെന്റ് നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കംഫോർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്യും. എന്നിട്ട് പറയും എനിക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്ന് പറയും. മനസ്സിലായി? കാരണം എനിക്ക് ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പർട്ടിക്കുലർ ഭാഗത്ത് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നു. ഓക്കെ, ഈ ഡിസിപ്ലിൻ തന്നെ എൻ്റെ ഡിസാസ്റ്ററായിട്ട് മാറിയിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻവയോൺമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കാരണം അതില്ലാണ്ട് എനിക്ക് യാതൊരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് എൻ്റെ ഓർഡർ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന സംഭവങ്ങൾ നശിക്കുന്നതാണ്. അതുകൊണ്ട് ഇവഞ്ച്വലി ഞാനും നശിച്ചു പോകും. ഇതാരും മനസ്സിലാക്കുന്നില്ല. അവിടെ എല്ലാ ബിലീഫ് സിസ്റ്റത്തിനകത്തും നമ്മൾ നശിക്കുകയുള്ളൂ. ഇപ്പം നാമം ജപിക്കുക എന്നൊരു ഭാഗം ഹിന്ദുക്കൾക്കുണ്ട് അല്ലേ? ഈ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നെ അറിയുന്നു കണ്ടിന്യൂസ് ആയിട്ട്. നാമം ജപിക്കുന്നു, ആവർത്തിയാണ്. ഇത് നിരന്തരം സംഭവിക്കുന്നതാണ്. നാമം ജപിക്കുക എന്ന് പറയുന്നത് നിരന്തരം ആവർത്തനത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. അതൊരു പാറ്റേൺ ആണ്. അപ്പോൾ ലൈഫ് സിമ്പിളായി. നാമം ജപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സിമ്പിളാണ്. കാരണം നാമമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നാമരൂപാധികളെ അല്ല ജപിക്കുന്നത്, നാമത്തെയാണ് ജപിക്കുന്നത്. അതുകൊണ്ട് അവിടെ കോൺസ്റ്റന്റ് ഭാഗം കാണാൻ സാധിക്കും. പാറ്റേൺ വന്നു. എൻ്റെ പാറ്റേൺ ഇതാ. എൻ്റെ പാറ്റേണിൽ ഞാൻ മനുഷ്യനായിട്ടിരിക്കുന്നത്. അതാണ് മൃഗവും മനുഷ്യനും വ്യത്യാസം. ഈ വ്യത്യാസം എന്തുകൊണ്ടാണ്? എന്റെ പാറ്റേൺ, എന്റെ ഫോർമേഷന്റെ റീസൺ, എന്റെ ഫോർമേഷൻ മത്തായിയുടെ സുവിശേഷം 12-3 എന്റെ ഫോർമേഷനാണ് എന്റെ ഇൻഫർമേഷൻ. എന്റെ ഫോർമേഷനാണ് എന്റെ ഇൻഫർമേഷൻ. അതൊക്കെ ക്ലിയർ ആയി. എനിക്ക് കുറെ ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ ഇത് എവിടെ കൊണ്ടേ കൊള്ളിക്കാന്? എന്റെ ഫോർമേഷൻ എന്റെ ഇൻഫർമേഷനായി. ആഹാ, അത് എവിടെ പോയാലും ഞാൻ കംഫർട്ടബിളാണ്. എങ്ങനെ ഇരുന്നാലും ഞാൻ കംഫർട്ടബിളാണ്. മറ്റുള്ളവർ തരുന്ന സ്ഥാനമല്ല, എൻ്റെ സ്ഥാനം എൻ്റെ സ്ഥാനമാണ്. അതാർക്കും കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. അത് നമ്മൾ കംഫർട്ടബിൾ. അപ്പം ഒരാളിപ്പം മദ്യപാനം നിർത്താൻ നോക്കുന്നു. നിർത്താൻ നോക്കിയാൽ ഇയാളുടെ സ്ട്രെസ്സാണെന്ന്. ഞാൻ മദ്യപാനം നിർത്തി കുടിക്കില്ല, ഞാൻ കുടിക്കാത്ത കൂട്ടത്തിൽ പോവുകയില്ല, ഞാൻ ബലം പിടിക്കുക. പക്ഷെ ഞാൻ മദ്യപാനം നിർത്തി, എൻ്റെ വിൽ പവറാണ്, ഭയങ്കര വിൽ പവറുള്ള ആളാണ്. ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ തുടത്തില്ല. പിന്നെ തുടത്തില്ലെന്നാണ് പറയുന്നത്. ഇയാൾ തീരുമാനമെടുത്ത് ഇയാളുടെ ജീവിതകാലം മുഴുവനും സഫർ ചെയ്യാൻ. എന്തുകൊണ്ട് മദ്യപിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് മദ്യപിക്കേണ്ടി വന്നു? നമ്മൾ എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു? അതിനെ സോഫ്റ്റായിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കേ. എല്ലാത്തിൻ്റെ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും സോഫ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അതിന് റീസൺ ഉണ്ട്. എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. എല്ലാവർക്കും ഇത് പോസിബിൾ അല്ലേ?
അതിന്റെ ഇത് ആരുടെയും പ്രിവിലേജ് ഒന്നുമല്ല. ഫ്രീ ആയി കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ടാണ് അതിന് വിലയില്ലാത്തത്. അത് വെച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ. മനുഷ്യൻ തോന്നലിന്റെ പുറകെ പോയി തോന്നാനുള്ള കാരണം ഇത് കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് അഡ്വക്കേറ്റ് രാം ഗോപാലിന്റെ വീട്ടിലാണ്. രാം ഗോപാലിന്റെ പുത്രനായ അക്ഷയുടെ ഉറ്റ സുഹൃത്ത്, ഏക സുഹൃത്തായ ഗോകുൽ കൃഷ്ണൻ, അക്ഷയുടെ തന്നെ വീണ്ടും അടുത്ത സുഹൃത്തായ മിസ്റ്റർ അഭിരാജ് ഫ്രം ജയ്പൂർ, അക്ഷയുടെ സുഹൃത്തായ ഷാഫി, അക്ഷയുടെ സുഹൃത്തായ കെ എൻ, അക്ഷയുടെ സുഹൃത്തായ താഴെ ഒളിഞ്ഞിരിക്കുന്ന ജെനി. കൈ കാണിച്ചാലും മതി, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് വയനാട് പോകാൻ പ്ലാൻ പ്ലാൻ എവിടെയോ ഉണ്ട്. പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. നമുക്ക് അവിടെ ഇട്ടിട്ട് നമുക്ക് വേറൊരു വീഡിയോ വീഡിയോ അടുത്ത് അങ്ങനെ തന്നെ നമ്മള് അവിടെ ഇറങ്ങുമ്പോഴൊക്കെ ഒരു വീഡിയോ അങ്ങോട്ട് ഇടും. ഞങ്ങൾ ഇന്ന വഴിക്ക് പോകുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടിക്കളിയിൽ. നമുക്ക് ആരെങ്കിലും താല്പര്യമുള്ള വിളിക്കുമല്ലോ. എന്നിട്ട് വേറെ പ്രത്യേകിച്ച് ചില ആൾക്കാർ നമ്മളെ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല, അത്രയും കാര്യം മനസ്സിലായില്ല. അതിന് ഏറ്റവും വലിയ മനസ്സിലായില്ല. അവര് പിന്നെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പാടുപിടിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അത് മനസ്സിലായില്ലേ? അത് എനിക്ക് അവിടെ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഭാഗം അവര് റിക്കഗ്നൈസ് ചെയ്യുന്നില്ല. മനസ്സിലായ കഷ്ടപ്പെട്ട് മനസ്സിലാക്കണ്ട, മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ചിലപ്പോഴ് സൊസൈറ്റിയിൽ ആരും അംഗീകരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ വിളിക്കുന്നത്. നമുക്കത് മതി. കാരണം ആരും അംഗീകരിക്കാത്ത എല്ലാരും തള്ളിക്കളഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ വിളിക്കും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. സൊസൈറ്റിയിലുള്ള സർവ്വ ആൾക്കാർക്കും വേണ്ടിയിട്ടും അല്ല നമ്മൾ സംസാരിക്കുന്നത്. വളരെ ആരും കയറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവനവനെ കയറിയാണ്. അവനവനോട് താല്പര്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്റെ താല്പര്യം എന്നോട് നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്കേ നമ്മുടെ ഭാഷ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ലാംഗ്വേജിന് ഒരു കോഡുണ്ട്. ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അതിന് ഫീസൊക്കെ വേറെയാണ്. സിമ്പിൾ അല്ല. ഫീസ് വേണ്ട. അതിന് വേറൊരു ഫീസ് ഉണ്ട്. അല്ല, എല്ലാരും ചോദിക്കുന്ന ഇതാണ്, അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന എത്ര റേറ്റ് എത്രയാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ അതിന് നിങ്ങൾ റേറ്റ് കൊടുക്കണമല്ല. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും നിങ്ങൾ ഒരു ദിവസം തള്ളിക്കൊണ്ട് പോകുന്നതിന് ഒരു ചിലവുണ്ടല്ലോ. ആ ചിലവ് എവിടെയാണെങ്കിലും നിൽക്കണം, അത്രയല്ല. അല്ലാണ്ട് നമ്മൾ റേറ്റ് ഇട്ടിട്ടില്ല ആർക്കും ഇവിടെ താമസിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പാട് വരും. സ്ഥലമുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത് ഇവിടെ അത് എല്ലാത്തിനുള്ള സൗകര്യം. അങ്ങനെ സൗകര്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, സൗകര്യമില്ല. അങ്ങനെ മനസ്സിലാവും. സേഫാണ്. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോകുൽ കൃഷ്ണന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് കാര്യം നടക്കുന്നതെന്ന് ഞാൻ തീരുമാനമെടുത്ത് നിങ്ങൾ അറിയുന്നില്ല. ഇവിടുത്തെ നമ്പർ 1 ചതി ഇതാണ്. ഗോകുൽ കൃഷ്ണ അത് ചെയ്തോളൂ, ഞാനത് തീരുമാനിച്ചത്. എന്നിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല. എന്ത് മനുഷ്യനാണ് തോന്നുന്നത്? ഒരു മര്യാദ വേണ്ടേ? ആ പാത്രം മാറ്റി വെക്കേണ്ടതല്ല. എന്റെ ഉള്ളിൽ ആ ചിന്ത ഇത് പഴി നിങ്ങൾക്ക. ഇതാണ് എല്ലാ വീട്ടിലും നടക്കുന്നത്. മനസ്സിലായ? വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ അത് അനലൈസ് ചെയ്യാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലെന്ന് ഞാൻ ഗോകുൽ കൃഷ്ണനോട് പറയും. ഗൂഗിളെ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ഗൂഗിൾ ഏത് ഭാഗമാണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ നമുക്കവിടെ വിശദീകരിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഞാൻ ഏത് സ്ട്രാറ്റജിയിൽ ഇരിക്കുന്നു. എന്നിലൊരു സ്ട്രാറ്റജി എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇയാൾ പറയണത് എതിർക്കുക. എന്നിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ആ പരിപാടിക്ക് പോവുകയല്ല, ഞാൻ പോവുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമസ്തേ, കാര്യം കഴിഞ്ഞു. അത് എന്നെ കൊണ്ട് പറ്റത്തില്ല മോനെ. മനസ്സിലായി? ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ലാത്തോണ്ട്. സോപ്പ് കുറച്ചു നേരം കൊടുക്കും.
കാരണം ഇത് നമുക്ക് അവസാനം കിട്ടിയ സുവർണ അവസരമല്ലേ. അച്ഛനും അമ്മയുള്ളപ്പോ എടുക്കണായിരുന്നു പിന്നീട് അടുത്ത പ്രാവശ്യം അതെ അതെ അച്ഛനമ്മയായിട്ടുള്ള ഇന്ററാക്ഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. അച്ഛൻ ഫുൾ ഓൺ ആയിട്ട് കൊണ്ട് വന്ന് അച്ഛനാണ് അച്ഛൻ. ഇവൻ അച്ഛൻ എത്ര അച്ഛൻ എന്ന് പറഞ്ഞ ഇവൻ പോയി. പക്ഷെ ഞങ്ങളവിടെ പൊളിച്ചടിക്കില്ല. ഒരു കാര്യം ചോദിക്കണേ അച്ഛൻ ആ അതെ ഫുള്ള് സാധനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഭയങ്കര അച്ഛനും അമ്മയും ഭയങ്കര കോമ്പിനേഷൻ. ഓക്കെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും റിച്ച് അതാണ്. അവിടെയുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം നല്ല ബന്ധമാണെങ്കിൽ, അല്ല അവരുടെ അമ്മയിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ ഇരിക്കുന്നതിൽ കഥയില്ല. വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം നല്ല ബന്ധമില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ കയറിയിരുന്ന് അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഓക്കെ നമ്മൾ വന്നത് കൊണ്ട് അത് ഹാർമണി ആകുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്, മനസ്സിലായി, അതും കുഴപ്പമില്ല, മനസ്സിലായി. ഭാര്യയും ഭർത്താവിന് രണ്ട് ഭാഗത്തോട്ട് വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ ചെന്ന് അത് രണ്ടുപേരും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നെങ്കിൽ നല്ല കാര്യമല്ലേ. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്. അല്ലെങ്കിൽ അത് ബേഴ്സ്റ്റ് ആക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്, മനസ്സിലായി. അത് ചെയ്യരുത്. ഇവനോടുള്ള അവരുടെ ആ റെസ്പെക്ട് ആണ് അവിടെ കറക്റ്റ് ആയിട്ട്. അതെ 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 അവിടെ വെച്ചാൽ അവർ ഓൾറെഡി ഞങ്ങളൊരു ബൾക്ക് ടീം ഒന്നായിട്ട് കൊണ്ടുവരികയാണല്ലോ. ഒരു വീട്ടിലേക്ക് കയറി വരിക, എല്ലാരും ക്ലീൻ പോയി. 4 സ്ട്രേഞ്ചേഴ്സ് അല്ലേ. ലിവിംഗ് ആൻ അൺഓർത്തഡോക്സ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ പേരെന്തായിരിക്കും? ഷാഫി, സെബാസ്റ്റ്യൻ, ജെനിയ, ഒക്കെ എല്ലാ ടൈപ്പും ഉണ്ടല്ലോ. പേര് മറ്റേ പാർവതി. കാരണം ജെനിയ എന്ന് പറയുമ്പോ നമ്മൾ കഷ്ടപ്പെട്ടാണ് ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും കൂടി നടക്കുന്നത്. എന്നിട്ട് അത് എല്ലാരും തെറ്റിദ്ധരിക്കാൻ ജെനിയ ക്രിസ്ത്യാനിയാണെന്ന്. ബുദ്ധിയില്ലാത്ത സംസാരം ഓഫിയാക്കിയിട്ട് എടുത്ത് ഉണക്കി അങ്ങനത്തെ കട്ട് ചെയ്തേ കട്ട്